ഇവിടത്തെ ടാറ്റു അത് ആ എന്നുള്ള അക്ഷരം. ആ 7 വാക്കുകളാണ്. പുള്ളിക്കാരി മരിച്ചപ്പോഴാണ് ഈ ടാറ്റു ഞാൻ അടിക്കുന്നത്. ശരിയല്ലേ? ഐ സീ എ ലോട്ട് ഓഫ് ഗാങ്സ്റ്റേഴ്സ്. ഇപ്പൊ മോൺസ്റ്റർ ആണല്ലേ? അല്ല, ഞാൻ മോൺസ്റ്റർ അല്ല, ഗാങ്സ്റ്റർ, പാട്ടുകാരൻ. കാരണം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഹിപ്പ് ഹോപ്പ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായി മാറി നമ്മുടെ കൾച്ചറിനകത്ത്. അപ്പൊ അത് സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് സിനിമാക്കാരുടെ തൊഴിലാണ്. ആക്ച്വലി നമ്മൾ പണിക്ക് പോയേ പറ്റൂ. സ്കൂൾ കഴിഞ്ഞാൽ പണിക്ക് പോകണം. അതുകൊണ്ട് അമ്മനെയും അപ്പനെയും വളർത്തിയ ആൾക്കാരല്ല നമ്മൾ. അപ്പൊ നമ്മൾ അവരെ കാണുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കാരായിട്ടാണ്. അല്ലാതെ അമ്മ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ലേ. കുറെ ആൾക്കാർക്ക് അങ്ങനെയാണ്. സിനിമയിലെ അമ്മയല്ല നമ്മുടെ അമ്മയപ്പനും. വലിയ കഥയൊന്നുമില്ല ചേച്ചി, ചിന്ന കഥ. ചിന്ന കഥയുള്ളൂ. എനിക്കറിയാലോ ചിന്ന കഥ എന്നും വേടൻ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സി ഇവിടെ. ഈ ഇവിടത്തെ ടാറ്റു അത് ആ എന്നുള്ള അക്ഷരം ഒന്ന് കാണിച്ചേ. തമിഴില് കണ്ടോ? ആ എനിക്ക് തമിഴ് ആയി അറിയാം, അതുകൊണ്ടാ ആയി അറിയാം. അത് ആയാന്ന് മനസ്സിലായി. എന്താ ഈ ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ 7 വാക്കുകളാണ്. അത് അമ്മ, അപ്പ, അൻപ്, അറിവ്, അഴക്, അരസിയൽ, അഞ്ചാമൈ. ഈ 7 അഞ്ചാമൈ എന്ന് പറഞ്ഞാല്? അഞ്ചാമൈ എന്ന് പറഞ്ഞാൽ ഭയമില്ലായ്മ, ഫിയർലെസ്. അരസിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അറിയാം, ബാക്കിയെല്ലാം നമുക്കറിയാം. അതിൽ അഞ്ചാമൈ മാത്രമാണ് എനിക്കറിയാം. ആ 7 പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർത്ത് ആന്ന് പറഞ്ഞപ്പോ അമ്മയായിരിക്കും. അമ്മ ലൈക് അമ്മയാണല്ലോ, സ്റ്റാർട്ട് വിത്ത് മൂലകാരണം അമ്മയാണല്ലോ. അപ്പൊ പുള്ളിക്കാരി മരിച്ചപ്പോഴാണ് ഈ ടാറ്റു ഞാൻ അടിക്കുന്നത്. അപ്പൊ അതൊരു അമ്മയ്ക്കും അപ്പനും പിന്നെ എൻ്റെ പാട്ടമുപ്പാട്ടന്മാർക്കും ഞാൻ കൊടുക്കുന്നൊരു തലമുറ. എൻ്റെ തലമുറക്ക് ഞാൻ DNA വർഷിപ്പറാണ്. ഞാൻ എൻ്റെ പാട്ടമുപ്പാട്ടന്മാരെ ആരാധിക്കുന്ന, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പാട്ടമുപ്പാട്ടന്മാരെ എൻ്റെ DNA. അത് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ വർഷിപ്പാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ ചില നാടൻ പാട്ടില്, മറ്റേ ചില നാടൻ പാട്ടിലല്ല, അദ്ദേഹത്തിന്റെ CJ കുട്ടപ്പൻ സാറിന്റെ ആ ഒരു ഇത് കേട്ടിട്ടുണ്ടോ? അതേമാതിരി പുഷ്പാവതി ചേച്ചി പുള്ളിക്കാരി ഒക്കെ പാടുന്ന കുറച്ച് പാട്ടുകളുണ്ട്. ആ ഒരു ട്രാക്ക് പാടാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഈ ചോദിച്ചത് ആദ്യ പിറന്ന. ഇല്ല ചേച്ചി, അതൊക്കെ ഏത് പിച്ചില് പോണു. ഞാനൊക്കെ പാടി വെറുതെ അലമ്പായിപ്പ്. അപ്പൊ ഈ അമ്മ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് അമ്മ എന്നുവെച്ചാൽ സാധാരണ ഒരു കുടുംബം, ഇപ്പം എനിക്ക് തോന്നുന്നു സാധാരണക്കാരനായ ഒരാളാണ് വേടൻ. അപ്പോൾ അതിൽ അമ്മ എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ സൊസൈറ്റിയിൽ പറയുന്ന അമ്മ എന്ന് പറയുന്നത് എല്ലാം സഫർ ചെയ്യുന്ന മക്കളെ വാരി ഊട്ടി. സിനിമയില് കാണുന്ന അങ്ങനത്തെ അമ്മയൊക്കെ എന്തേലും പറഞ്ഞാൽ അമ്മ പറയുന്നതിനപ്പുറം ഇല്ല. അമ്മ പറയുന്നത് കേട്ടില്ലെങ്കിൽ ശരിയാക്കും അമ്മ. ഞാനൊന്നും അമ്മ വളർത്തിയ ആളല്ല, ഞാൻ തന്നെ വളർന്നതായിരുന്നു. അമ്മേനൊക്കെ വളർത്തിയ ഞാനാ, അപ്പനെയും. അപ്പൊ നമുക്ക് വേറെ കാഴ്ചപ്പാടാണ് അമ്മ അപ്പ എന്നൊക്കെ പറഞ്ഞത്. എന്താ ഒരു കാഴ്ചപ്പാട് അമ്മ അച്ഛൻ എന്ന് പറഞ്ഞാൽ? അല്ല, ഈ ഒരു ഇപ്പൊ പറഞ്ഞില്ല, സിനിമയിലെ അമ്മയല്ല എൻ്റെ അമ്മ. എൻ്റെ അമ്മയും സിനിമയിലെ അമ്മയല്ല. ഇപ്പോഴും എന്നെ അടിക്കുന്നതാണ് എൻ്റെ അമ്മ. ഇപ്പൊ ചേച്ചി പറഞ്ഞ ചോറ് വാരിത്തരുന്ന അമ്മ പറഞ്ഞു. ഞാൻ എനിക്ക് എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല അത്. ചോറ് വാരിത്തരുന്ന, മുടി ഒന്ന് കട്ട് ചെയ്യാൻ എന്നെ സമ്മതിക്കാത്ത എൻ്റെ അമ്മ, വെളിയിൽ പോകുമ്പോൾ ഡ്രസ്സ് ശ്രദ്ധിക്കാൻ പറയുന്ന അമ്മ, അങ്ങനെ കൊഞ്ചിക്കാത്ത അമ്മ. അല്ല വെച്ചാൽ കൊഞ്ചിക്കും അവരുടേതായ ചേച്ചി സ്ത്രീയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നല്ല പറയണത്. മുടി കെട്ട് ചെയ്യാൻ ശ്രമിക്കാത്ത വസ്ത്രങ്ങൾ. ചിലപ്പോ എന്റെ അനിയത്തിക്ക് അങ്ങനെ ആയിരുന്നിരിക്കാം. എനിക്കൊക്കെ അമ്മ വേറെ ഡിഫറൻസ്. എടുത്ത കൈ പുറത്തടിക്കുവോ? ഇല്ല, നമ്മളങ്ങനെ വലിയ, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്ന നമ്മള് ചെറുപ്പം തൊട്ട് ഫാമിലിക്ക് നമ്മുടെ ലൈക്ക് എന്താണ് പറയാ, നമ്മുടെ മേശയ്ക്ക് നമുക്ക് ചോറ് കൊണ്ടുവന്ന് തരാം. ഞാനാണ് കൊണ്ടുവരുന്ന ആള്. ചെറുപ്പം തൊട്ടേ അതങ്ങനെ തന്നെയാണ്. ഞാൻ എന്താണ് പറയാ, സെൽഫ് സഫീഷ്യന്റ് ആണ്. നമ്മൾ പണിക്ക് പോയേ പറ്റൂ. സ്കൂൾ കഴിഞ്ഞാൽ പണിക്ക് പോകണം. അതുകൊണ്ട് അമ്മനെയും അപ്പനെയും വളർത്തിയ ആൾക്കാരല്ല നമ്മൾ. അപ്പൊ നമ്മൾ അവരെ കാണുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കാരായിട്ടാണ്. അല്ലാതെ അമ്മ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ലേ. കുറെ ആൾക്കാർക്ക് അങ്ങനെയാണ്. സിനിമയിലെ അമ്മയല്ല നമ്മുടെ അമ്മയപ്പനും. നമ്മുടെ അമ്മയപ്പനൊക്കെ ഭയങ്കര അപകടകാരിയായിട്ടുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും തെറ്റിച്ച അപ്പം ചീത്ത ഇല്ല, നമ്മളെ അങ്ങനെ ചീത്തൊന്നും പറയില്ല. നമ്മളൊന്നും തെറ്റിയാറില്ല. അങ്ങനെ മിടുക്കനെന്നാ. കാരണം നമ്മളാണ് ഫാമിലി കൊണ്ടുപോണത് നമ്മളെ. നമ്മൾ തെറ്റ് ചെയ്ത കുഴപ്പമില്ലേ, നമുക്ക് തന്നെ തിരുത്താൻ പറ്റും. നമ്മളെ അങ്ങനെ അപ്പനെ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നൊന്നും പറയുന്നത്. കാരണം ഇവരാരും നമ്മളെ കൺട്രോൾ ചെയ്തിട്ടില്ല. എന്റെ ലൈഫിനൊന്നും ഒരാളും കൺട്രോൾ ചെയ്തിട്ടില്ല. അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അമ്മയും അപ്പനും മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാത്തതിന്റെ. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. അവര് കാലത്ത് എന്റെ പണിക്ക് പോകണു, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ തിരിച്ചു പിള്ളേരെ നോക്കാനൊന്നും അവർക്കറിയില്ല. പിള്ളേരുടെ കാര്യം തന്നെ. ശരിക്കും വേടൻ എന്ന് പറയുന്നത് തമിഴ് കലർന്ന മലയാളം. ഞാൻ ഹാഫ് തമിഴ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തമിഴല്ല, യാழ்പ്പാണം തമിഴ്.
തമിഴ് ഈഴത്തമിഴ്. അന്ന് പറഞ്ഞത് എന്താ? തമിഴ് ഈഴത്തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ ഉള്ള തമിഴന്മാരാണ് ഈഴത്തമിഴ്. എനിക്കൊന്ന് അറിവ് റാപ്പർ അറിവും പുള്ളിക്കാരന് ഈഴത്തമിഴ് പേരുള്ള വേറുള്ളവരാണ്. അതെ അതെ, കാരണം അദ്ദേഹത്തിന്റെ പുതിയ കഴിഞ്ഞിടെ ഇറങ്ങിയ എൻചാമി വള്ളിയമ്മ പേരാണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. പുതിയതായിട്ടൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പടത്തിലേക്ക് ഇതിപ്പോ അമ്മ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഇൻസ്പിറേഷൻ അമ്മയാണ്, പലർക്കും ജീവിതത്തിൽ എന്താ പറയുക ഇങ്ങനെ ചെയ്യാൻ അമ്മയാണെന്ന് പറയും. ഇപ്പം പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുന്നതിന് മുന്നേ ഇൻഡിപെൻഡന്റ് വ്യക്തിയായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചേച്ചി. കുറേ ആൾക്കാർ അങ്ങനെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. കുറേ ആൾക്കാർ അങ്ങനെ തന്നെ ജീവിക്കുന്നത്. ഇത് ഈ പൊതുവെ അടുത്ത് പോയിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണോ ജീവിക്കണത്, വെറുതെ റോട്ടിലിറങ്ങി നോക്കൂ. ഇവിടെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇപ്പോഴും കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബർ നടക്കുന്ന സ്ഥലം കൂടിയാണ് കേരളം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബർ നടക്കുന്ന സ്ഥലമാണ്. സ്കൂളിൽ പോയാൽ അതേ സമയത്ത് തന്നെ പണിക്ക് പോകാണ്ട് ഇവിടെ പരിപാടി നടക്കില്ലേ? അപ്പോൾ നമ്മൾ ഈ മീഡിയ നമ്മളെ കാണിക്കുന്ന ഫാമിലി ഒന്നുമല്ല സാധാരണ ഇവിടുത്തെ. പൊതുവെ ഇന്ത്യയിലെ മാസമായിട്ട് ജീവിക്കുന്ന പട്ടികജാതിക്കാരുടെ ജീവിതമൊക്കെ വേറെ. അതൊന്നും ഇവിടെ ഒരു മീഡിയക്കകത്തും കാണിക്കുന്നില്ല. വെറുതെ അത് കാണിച്ച ആൾക്കാർക്ക് തയ്ക്കില്ല, ഇവർക്ക് തന്നെ തയ്ക്കില്ല, നമുക്ക് തന്നെ തയ്ക്കുക. അങ്ങനത്തെ ഒരു പടം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പടം കാണിക്കാനുള്ള ധൈര്യമുള്ള ആൾക്കാരൊന്നുമില്ല. തമിഴ് എനിക്ക് തോന്നുന്നു ഇച്ചിരി തമിഴ് സിനിമയിൽ മാത്രം അങ്ങനത്തെ ഒരു ഇച്ചിരി ഭയങ്കര റൂട്ടറായിട്ടുള്ള കൾച്ചർ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ ആൾക്കാർ നായർ സിനിമയിലാണ്ട് ഇവിടെ സിനിമയിലെ ചേച്ചി, നഗര സിനിമയിലാണ് നായർ സിനിമയിലാണ്ട് ഇവിടെ സിനിമയിലെ ചേച്ചി മലയാളത്തില്. വേറെ ഇവിടെ പാവപ്പെട്ടവന്റെ പടം ഏതാണ്? ഇവിടെ പാവപ്പെട്ടവന്റെ പടം ഇല്ല, പാവപ്പെട്ടവന് പാട്ടുണ്ട് ഇപ്പൊ. അതെ, ഒരു വോയിസ് ഉണ്ട്. പാവപ്പെട്ടവന് പടവില് ചേച്ചി ഇവിടെ കേരളത്തില്. പാവപ്പെട്ടവന് സിനിമ ചെയ്യാൻ പറ്റില്ല ഇവിടെ. ഇതേ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് 10 ദിവസത്തിനുള്ള പടം റിലീസാ. പുള്ളിക്കാരനെ അറിയാം അതിന്റെ കഷ്ടം. അപ്പൊ പാവപ്പെട്ടവന് അത് പറ്റില്ല. പാവപ്പെട്ടവന് കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഈ പാവപ്പെട്ടവന് വേടൻ ഡിഫൈൻ ചെയ്യുന്ന ആര്? എനിക്ക് ഒറ്റ വാക്കിൽ പറയാതെയാണെങ്കിൽ ജാതിയാൽ താഴ്ത്തപ്പെട്ടവരാണ് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവർ. കാശുണ്ടായാലും ഇവിടുത്തെ ഒരു പട്ടികജാതിക്കാരന് കാശുണ്ടായാലും പിന്നെ അറിയാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു വിനായകൻ ചേട്ടൻ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, കമ്മട്ടിപ്പാടം, അതൊരു പൊളിറ്റിക്കൽ സിനിമയാണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിനൊരു പൊളിറ്റിക്കൽ, കാരണം അങ്ങനത്തെ ഒരു നായകനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അതില് നായകനാണ് വിനായകൻ ചേട്ടൻ. അതേമാതിരി ഇത് എന്താണ് ജയിലറിനകത്ത് നായകനാരാ? ജയിലിനകത്ത് 4 മഹാനടന്മാർക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് കല്ലയ്ക്ക് കാണാൻ വെറുതെ മനസ്സിലായോ സാറേ? അതൊക്കെ ആക്ച്വലി എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാത്തിലും കുറച്ച് രാഷ്ട്രീയം കാണാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു, അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാർ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം വിനായകൻ ചേട്ടനൊക്കെ മുന്നോടിയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അല്ല, നിരന്തരം ഇത്തരം രാഷ്ട്രീയം പറയുമ്പോൾ, ഈ പറയുന്ന ദളിത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പട്ടികജാതി രാഷ്ട്രീയം പറയുമ്പോൾ അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടംമാതിരി. അതാണ് ഇതിലേക്ക് വന്നത്. ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻ എല്ലാം കൊണ്ട് എത്തിക്കുന്നത് ഞാൻ ഇതിലേക്കാണ്. കാരണം ഇങ്ങനെ ഒരാൾ വേടനാകുമ്പോൾ ഉടനെ തന്നെ അല്ല വേടൻ അങ്ങനത്തെ സ്ട്രോങ് എഴുതുള്ളൂ. എനിക്ക് ഇതിനെ കുറിച്ച് വളരെ റാഡിക്കൽ ആയിട്ടുള്ള കുറച്ച് വ്യൂസ് ഉണ്ട്. റൈറ്റ്, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് നാളുകളായി അമേരിക്കയിൽ. ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു DNA വെച്ചിട്ട് ട്രാൻസ്ഫർ ആവുന്ന ഒരു സാധനമല്ല. അതല്ല ഇന്റലിജൻസ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ആയിട്ട് ആരെങ്കിലും ഒരു എക്സസൈസ് നടത്തി കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇവിടെയുള്ള ഏറ്റവും ഒരു താണ ജാതിയിൽ അല്ലെങ്കിൽ ഒരു അതുപോലത്തെ കണ്ടീഷനിൽ വളരുന്ന അല്ലെങ്കിൽ ജനിച്ച ഒരു കുട്ടിയെ ഒരു ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സ്കൂളിൽ കൊണ്ടാക്കിക്കേ, അത് കുട്ടിക്ക് എല്ലാ രീതിയിലുള്ള പ്രൊവിഷൻസും കൊടുത്തു പോയി. കൊണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ദാറ്റ് മീൻസ് ഇന്റലിജൻസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് നമ്മളെവിടെ നമ്മുടെ സാഹചര്യങ്ങൾ. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം ചില ആളുകൾ മോണോപ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ പഠിച്ചിട്ടുണ്ട്, അത്രയും ഇന്റലിജൻസിൽ പഠിച്ച് അത്രയും വെളിരാജ്യങ്ങളിൽ പഠിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. 60,000 പുസ്തകങ്ങൾ വായിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു നമുക്ക്. എന്നിട്ട് ഇപ്പൊ ആൾക്കാരെ മറന്നു തുടങ്ങി. 60,000 പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരേ ഒരു മനുഷ്യനായി അയാൾ മാത്രം ഉണ്ടാവുള്ളൂ. മാത്രമല്ല എത്രയോ ഡിഗ്രികൾ വെറുതെ അടുക്കള ഡിഗ്രിയൊക്കെ വാങ്ങി അടുക്കളയിൽ വെച്ചേക്കണത് പുള്ളിക്കാരൻ. പുള്ളിക്കാരന് വരെ വിലയില്ല ഇവിടെ. എന്നിട്ടാണ് ഇവിടെയുള്ള ബാക്കിയുള്ള പട്ടികജാതിക്കാർക്ക്.